എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ്. ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ഒരു ദാഹവും ക്ഷീണവും എല്ലാം മാറാൻ സഹായിക്കുന്ന വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു കോൾഡ് കോഫിയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ രണ്ട് രീതിയിൽ ഞാനിത് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒരു 30 സെക്കൻഡോളം നന്നായിട്ട് നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഐസ് ക്യൂബ് ആണ് കേട്ടോ. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇതുപോലെ ചെറിയ 3 ഐസ് ക്യൂബ് നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പേസ്റ്റിംഗ് ഒരുപാട് ലൂസായി പോകും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമുക്കൊരു 30 സെക്കൻഡോളം ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, വീണ്ടും ഒരു 30 സെക്കൻഡോളം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു അടിയിലൊക്കെ ചെറുതായിട്ട് കട്ട കെട്ടി കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വീണ്ടും അടച്ചിട്ട് നമുക്കൊരു 30 സെക്കൻഡോളം നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറ് ചൂടാകാതെ നിർത്തി അടിച്ചെടുത്തിട്ട് നല്ലൊരു ക്രീമി ആയിട്ടുള്ള നല്ല തിക്ക് പേസ്റ്റ് ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പരുവത്തിന് വരെ നമ്മളൊന്ന് ഇതുപോലെ അടിച്ചിട്ടെടുക്കുക. ഇത് വീണ്ടും നമുക്കൊരു 2-3 തവണയും കൂടി നിർത്തി അടിച്ചെടുത്ത് നല്ലൊരു തിക്ക് പേസ്റ്റ് ഒരു പരുവത്തിന് കിട്ടുക കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ അടച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു 2 തവണയും കൂടി നമ്മളൊന്ന് നിർത്തിയൊന്ന് അടിച്ചിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മളിത് നിർത്തി അടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിക്സിയുടെ ജാറ് ചൂടാകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ഐസ് ക്യൂബ് നമ്മൾ ഇട്ട് കൊടുത്തൊരു തണുപ്പ് ഒരു മിക്സിയുടെ ജാറിലുണ്ടായിരിക്കണം, ചൂടായി പോകരുത്. ഇതിപ്പോൾ കണ്ടില്ല, നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു പരുവത്തിന് നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള കോഫി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ബീറ്ററിലാണ് ചെയ്തിട്ടെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു പരുവത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ മിക്സിയിലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് ഇത് സെർവ് ചെയ്യുന്നത് ആ ഒരു ഗ്ലാസ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു സിറപ്പ് ആ ഒരു ഗ്ലാസ്സിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും ഗ്ലാസ്സിൽ നന്നായിട്ട് ആ ഒരു സിറപ്പൊന്നും സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ 2 ഗ്ലാസ്സിൽ മാത്രം ഒഴിച്ച് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മളിതിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കോഫി പേസ്റ്റിൻ്റെ ഒരു അളവ് വെച്ചിട്ട് 5 to 6 ഗ്ലാസ് വരെ നമുക്കൊരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു 2 ഗ്ലാസ്സിലേക്കും ഓരോ ഐസ് ക്യൂബ് വെച്ച് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഒരു കോഫി പേസ്റ്റ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓരോ ഗ്ലാസ്സിലേക്കും ഇതിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത പാലാണ്. പാല് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. എന്നിട്ട് നല്ല തണുപ്പോട് കൂടിയിട്ടുള്ള പാല് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നല്ല തണുപ്പുണ്ടായിരിക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണുള്ള ഒരു കോഫിയുടെ ഒരു പേസ്റ്റും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിത് കുടിക്കുന്ന ഒരു സമയത്ത് ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ എനിക്കൊരു മധുരം കറക്റ്റാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് വീണ്ടും നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഐസ്ഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കോൾഡ് കോഫി നമുക്ക് മറ്റൊരു രീതിയിലും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്നാണ് കേട്ടോ. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 കപ്പ്, അതായത് 250 ml പാലാണ്. നമ്മൾ തിളപ്പിച്ചാറിയ പാല് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് കട്ടിയോട് കൂടിയിട്ടുള്ള പാലെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ 1 കപ്പ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു കോഫിയുടെ ഒരു മിക്സും അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം മധുരത്തിനായിട്ട്. ആ ഒരു മധുരത്തിന് വേണ്ടിയുള്ള മുഴുവൻ പഞ്ചസാരയും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ ഇതിലേക്ക് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു മധുരം കൂടി ഇതിലേക്ക് വരും. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബാണ്. ഒരു 3-4 ഐസ് ക്യൂബ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാനിലയുടെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ നമുക്ക് പാലും കോഫി പൗഡറും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോൾഡ് കോഫി നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മളൊരു 3/4 ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും പത വരും കേട്ടോ. ആ ഒരു പത നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഒരു കോഫി പൗഡറോ ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.